ചിത്രം വിചിത്രത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ സ്റ്റാറുകളും അവരോടുള്ള ആരാധനയുമൊക്കെ ഇന്ത്യൻ സിനിമാ സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. വിവിധ ഭാഷകളിലായി നിരവധി സൂപ്പർ സ്റ്റാറുകൾ ഉദയം ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയാണ് നമ്മുടെ സിനിമ എന്ന് പറയുന്നത്. അതിൽ രാജ്യമൊട്ടാകെ സ്വാധീനം ചെലുത്തിയ താരങ്ങളുമുണ്ട്. എന്നാൽ മലയാള സിനിമയ്ക്ക് സൂപ്പർ താരങ്ങളെ കൂടാതെ ഒരു മെഗാ താരവുമുണ്ട്. ആ മെഗാ താരത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ചിത്രം വിചിത്രം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അത് മറ്റാരുമല്ല, ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ മമ്മൂട്ടി, മലയാളികളുടെ സ്വന്തം മമ്മൂക്ക. ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചോട്ടെ? ഓ ഷുവർ. ഓക്കേ ഓക്കേ, ക്യാരി ഓൺ. ശരി. 1987 കാലഘട്ടം മമ്മൂട്ടി നായകനായി എത്തിയ ന്യൂഡൽഹി എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി മാറിയ വർഷം. ഈ ചിത്രത്തിന്റെ വിജയത്തോടു കൂടി തന്റെ താരത്തിളക്കം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്ന അതേ വർഷം തന്നെയാണ് മമ്മൂട്ടിക്ക് ആദ്യമായി ദുബായ് സന്ദർശിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. ആ സന്ദർശന വേളയിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ വെച്ച് ദുബായ് പ്രസ്സാണ് മമ്മൂട്ടിക്ക് മെഗാ സ്റ്റാർ എന്ന വിശേഷണം ആദ്യമായി ചാർത്തിക്കൊടുത്തത്. ആ വിശേഷണത്തിൽ മമ്മൂട്ടി സന്തോഷം പ്രകടിപ്പിച്ചുവെങ്കിലും തന്നെ ആളുകൾ ഏറ്റവും അടുപ്പത്തോടു കൂടി മമ്മൂക്ക എന്ന് വിളിക്കുന്നതാണ് തനിക്കേറെ ഇഷ്ടമെന്ന് മമ്മൂട്ടി പിന്നീട് ഒരിക്കൽ പറയുകയുണ്ടായി. മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മമ്മൂട്ടി എന്ന പ്രതിഭയും പ്രശസ്തിയും. ഏറ്റവും അധികം വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ് എന്നിങ്ങനെ 6 വ്യത്യസ്തങ്ങളായ ഭാഷകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. ബാബാ സാഹിബ് അംബേദ്കർ എന്ന സിനിമയാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് ചിത്രം. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കുവാനും മമ്മൂട്ടിക്ക് സാധിച്ചു. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. മലയാളത്തിലെ മുൻകാല സൂപ്പർ നടിമാരിൽ ഒരാളാണ് സീമ. മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ ആയിരുന്ന ജയനോടൊപ്പമാണ് സീമയുടെ പേര് ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് എങ്കിലും പിന്നീട് സൂപ്പർ താരമായി മാറിയ മമ്മൂട്ടിയുടെ നായികയായും സീമ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ കൂടെ ഏറ്റവും അധികം നായികയായിട്ടുള്ളതും സീമ തന്നെയാണെന്നുള്ളതാണ്. 38 ചിത്രങ്ങളിലാണ് ഇരുവരും ജോഡിയായി അഭിനയിച്ചിട്ടുള്ളത്. ഞാനത് ശ്രദ്ധിച്ചില്ല. ഇതാ എന്റെ കുഴപ്പം. ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുകയില്ല. നീ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം, അല്ലെങ്കിൽ ഞാനിന്ന് ഫുള്ളായി പോനെ. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന് ശേഷം ഏറ്റവും അധികം ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചിട്ടുള്ള നടനാണ് മമ്മൂട്ടി. മലയാളത്തിലെ സീനിയർ നടനായി നിൽക്കുന്ന ഈ സമയത്ത് പോലും പുതിയ പുതിയ ചിത്രങ്ങളുടെ അനൗൺസ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. 1983 മുതൽ 86 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 120ഓളം ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. എല്ലാം നല്ല നിലക്ക് നടന്നു കിട്ടട്ടെ. ന്യൂഡൽഹി എന്ന ചിത്രത്തിലൂടെ മെഗാസ്റ്റാർ പരിവേഷം കൈവരിക്കുന്നതിന് മുൻപാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. മലയാള സിനിമയിൽ മമ്മൂട്ടി എന്ന നടന് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്. മലയാളികളുടെ സ്വന്തം മമ്മൂട്ടി ഒരു സിനിമാ താരത്തിനപ്പുറം ഒരു വക്കീൽ കൂടിയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് മുഹമ്മദ് കുട്ടി എന്ന അവരുടെ മകനെ ഒരു ഡോക്ടർ ആക്കുവാനായിരുന്നു ആഗ്രഹം. എന്നാൽ ആ മകന് ചെറുപ്പം മുതലേ മനസ്സു നിറയെ സിനിമയായിരുന്നു. തേവര കോളേജിൽ പഠിക്കുന്ന പരീക്ഷാ കാലത്താണ് ഒരു MGR ചിത്രം റിലീസാകുന്നത്. പരീക്ഷ എഴുതിയില്ലെങ്കിൽ തൻ്റെ 1 വർഷം നഷ്ടപ്പെടുമെന്ന് അറിയുമായിരുന്നുവെങ്കിലും മുഹമ്മദ് കുട്ടി സിനിമയോടുള്ള അഭിനിവേശം കാരണം സിനിമയ്ക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചു. ഒടുവിൽ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ മാതാപിതാക്കൾക്ക് മകനെ ഡോക്ടർ ആക്കണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം പഠിച്ച് അഡ്വക്കേറ്റ് ആയി എങ്കിലും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ സിനിമാ മേഖലയിലെത്തി മലയാളിയുടെ സ്വന്തം മമ്മൂട്ടിയായി മാറി. ഇതിനാണ് ഈ ബഹുമുഖ പ്രതിമ എന്നൊക്കെ പറയുന്നത്. ബഹുമുഖ പ്രതിമയല്ലടാ, ബഹുമുഖ പ്രതിഭ. ഭാരതത്തിന്റെ ഒരു ചലച്ചിത്ര നടൻ എന്നതിനപ്പുറം സമൂഹത്തിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങളെയും വ്യക്തമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മമ്മൂട്ടി. പല അഭിമുഖങ്ങളിലും കാലികമായി സംഭവിക്കുന്ന പല രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ പറ്റിയും വളരെ സരസമായും വ്യക്തമായും പ്രതികരിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, പറ്റിക്കരുത്, താങ്ങൂല. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി നിൽക്കുന്ന കലാകാരനാണ്
അദ്ദേഹം 400-ലധികം ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ വേഷപ്പകർച്ചകൾ കൊണ്ട് ഇന്നും അദ്ദേഹം നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയോടും അഭിനയത്തോടുമുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിനിവേശം തന്നെയാണ് മമ്മൂട്ടിയെ ഇന്നും വ്യത്യസ്തനായി നിലനിർത്തുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ പെൺപിള്ളേർ ഉടുപ്പ് കെട്ടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും. അങ്ങനെ പ്രലോഭനം ഉണ്ടാവുമ്പോഴാണ് ഈ പെൺവാണിപ്പവും സ്ത്രീ പീഡനമൊക്കെ നടക്കുന്നത്. ഇന്നത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് മമ്മൂട്ടിയോട് ഇഷ്ടം തോന്നുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ സൗന്ദര്യവും സ്റ്റൈലും ഒക്കെ തന്നെയാവാം. എന്നാൽ അദ്ദേഹത്തിന്റെ കരിയറിന്റെ ആദ്യ കാലഘട്ടത്തിൽ മമ്മൂട്ടി പ്രിയങ്കരനായിരുന്നത് കുടുംബ പ്രേക്ഷകർക്ക് മാത്രമായിരുന്നു. സിനിമയുടെയും സമൂഹത്തിന്റെയും എല്ലാം മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം മാറിയ മമ്മൂട്ടിയെ ഇന്ന് എല്ലാ തലമുറയിലുള്ളവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ മലയാള സിനിമയിൽ സൗന്ദര്യത്തിന്റെയും സ്റ്റൈലിന്റെയും ഫാഷന്റെയും എല്ലാം ബ്രാൻഡ് അംബാസിഡറായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടി. പുതിയ കാലത്തെ ആരാധകരും സോഷ്യൽ മീഡിയയുമെല്ലാം മമ്മൂട്ടിയെ ഒരുപോലെ വിശേഷിപ്പിക്കുന്നത് പ്രായം പുറകോട്ട് സഞ്ചരിക്കുന്ന അത്ഭുത താരമെന്നാണ്. തന്റെ 73-ാം വയസ്സിലും മറ്റേത് യുവതാരങ്ങളെക്കാളും എല്ലാ കാര്യങ്ങളിലും അപ്ഡേറ്റഡ് ആണ് മമ്മൂട്ടി. യുവാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും അദ്ദേഹം ഹരമായി മാറുന്നതിന്റെ പ്രധാന കാരണവും അതുതന്നെയാണ്. പുതിയ ഫാഷൻ ട്രെൻഡുകൾ, കൂളിംഗ് ഗ്ലാസുകൾ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സുകൾ ആദ്യം തന്നെ സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നയാൾ, ആഡംബര കാറുകളുടെ ആരാധകൻ, ഡ്രൈവിംഗ് ഇഷ്ടമുള്ളയാൾ തുടങ്ങി യുവാക്കളെ ഹരം കൊള്ളിക്കുന്ന ഇഷ്ടങ്ങളുടെ ഒരു കൂട്ടം തന്നെയുണ്ട് മമ്മൂട്ടിക്ക്. എനിക്കിത് പണി തരാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കണം. ഇതിനൊക്കെ നിന്നോട് ദൈവം ചോദിക്കും. ഫാഷനിലും സ്റ്റൈലിലും സൗന്ദര്യത്തിലും ഒക്കെ ഏറെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കുമ്പോൾ തന്നെ തനിക്ക് ഏതുതരം വേഷവും ഇണങ്ങുമെന്ന് തെളിയിക്കുന്നതിൽ ഒരു നടൻ എന്ന നിലയ്ക്ക് മമ്മൂട്ടിക്ക് വിജയിക്കുവാൻ സാധിച്ചു. സാധാരണക്കാരനായോ ദരിദ്രനായോ കർഷകനായുമൊക്കെ നമ്മളെ അഭിനയത്തിലൂടെ അത്ഭുതപ്പെടുത്തിയ അതേ മമ്മൂട്ടിക്ക് പോലീസുകാരനായും തറവാടിയായ ഒരു മാടമ്പിയായും ജില്ലാ കളക്ടറായും ഒക്കെ അനായാസം മാറുവാൻ സാധിക്കുന്നു. കേരളത്തിലെ ഏതു പ്രദേശങ്ങളിലെയും സംസാര രീതികൾ അനായാസം കൈകാര്യം ചെയ്യുന്ന മമ്മൂട്ടി മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലും അഭിനയിച്ച് ഗംഭീരമാക്കിയിട്ടുണ്ട്. തനി നാടൻ വേഷങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ മാസ് ആക്ഷൻ ചിത്രങ്ങളിലും നെടുനീളൻ ഡയലോഗുകൾ പറഞ്ഞ് ആരാധകരെ ആവേശത്തിലാക്കുവാൻ മമ്മൂട്ടിക്ക് സാധിക്കുന്നു. ഇതിനൊക്കെ ഇങ്ങനെ ബഹുമാനിക്കാൻ തുടങ്ങില്ല. അങ്ങനെ സാരമില്ല, എല്ലാവരും ഇരിക്കേ. എല്ലാവർക്കും എന്റെ ചായ എല്ലാവരും കൊണ്ടുപോയി. ഒരു നടൻ എന്നതിലുപരി സിനിമയിൽ ഒരു നിർമ്മാതാവ് കൂടിയാണ് മമ്മൂട്ടി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1984 പുറത്തിറങ്ങിയ അടിയൊഴുക്കുകൾ എന്ന സ്വന്തം ചിത്രം നിർമ്മിച്ചുകൊണ്ടാണ് മമ്മൂട്ടി നിർമ്മാണ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. മോഹൻലാൽ, IV ശശി, സെഞ്ചുറി കൊച്ചുമോൻ എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ നിർമ്മാണ പങ്കാളികൾ. നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ മമ്മൂട്ടി കമ്പനി എന്ന പേരിലാണ് ചിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം സൂപ്പർ ഹിറ്റായി മാറിയ ഒരു സീരിയലിന്റെ നിർമ്മാതാവായിരുന്നു എന്നുള്ള കാര്യം നമ്മളിൽ പലർക്കും അറിവുണ്ടായിരിക്കുകയില്ല. 2000 മുതൽ 2002 വരെ ദൂരദർശനിൽ പ്രദർശിപ്പിച്ച ജ്വാലയായി എന്ന സീരിയലിന്റെ നിർമ്മാതാവായിരുന്നു മമ്മൂട്ടി. അന്നത്തെ കാലത്ത് സൂപ്പർ ഹിറ്റായി മാറിയ ഒരു ടെലിവിഷൻ സീരിയലായിരുന്നു ജ്വാലയായി. ഇപ്പൊ നമുക്കൊരു കരിക്ക് കുടിക്കണം. 10 ഉറുപ്പ്യ കൊടുത്താ അത് നമ്മുടെ ഉമ്മർത്ത് കൊണ്ടുതരാൻ ആളുണ്ടെങ്കിൽ നമ്മളെന്തിനാ തണപ്പെട്ടി തെങ്ങമ്മേക്കാരനെ. 4 പതിറ്റാണ്ടുകളായി തുടരുന്ന മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ നിരവധി നായികമാരാണ് അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ മകളായി അഭിനയിച്ചിട്ടുള്ള അതേ താരം തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ നായികയായോ പെങ്ങളായോ ഒക്കെ അഭിനയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ മകളായും കാമുകിയായും അമ്മയായും എല്ലാം അഭിനയിച്ചിട്ടുള്ള നടിയാണ് മീന. മലയാള സിനിമയിൽ നിരവധി റെക്കോർഡുകൾക്ക് ഉടമയാണ് മലയാളത്തിന്റെ നിത്യഹരിത നായകനായ പ്രേം നസീർ. അദ്ദേഹത്തിന്റെ ചില റെക്കോർഡുകൾക്ക് പിന്തുടർച്ച അവകാശിയാവുവാൻ മമ്മൂട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രേം നസീർ കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും അധികം ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടിയാണ്. അതുപോലെ തന്നെ പ്രേം നസീറിന് ശേഷം ഏറ്റവും അധികം ചിത്രങ്ങളിൽ ഡബിൾ റോളിൽ അഭിനയിച്ചിട്ടുള്ളതും മമ്മൂട്ടി തന്നെയാണ്. ഇത്തരം വേഷങ്ങളിലൂടെ തന്റെ അഭിനയ വൈഭവവും താരത്തിളക്കവും ഒരുപോലെ പുറത്തെടുക്കുവാൻ മമ്മൂട്ടി എന്ന കലാകാരന് സാധിച്ചിട്ടുമുണ്ട്. ഏറ്റവും അധികം തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളി നടനാണ് മമ്മൂട്ടി. 16 തമിഴ് ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. സ്വന്തം ഭാഷയിലല്ലാതെ അന്യഭാഷയിൽ അഭിനയിച്ച് ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ ഒരേ ഒരു ഇന്ത്യൻ സിനിമാ നടനാണ് മമ്മൂട്ടി. അംബേദ്കർ എന്ന സിനിമയിലൂടെയായിരുന്നു അദ്ദേഹം ആ നേട്ടം
കൈവരിച്ചത്. ഈ ചിത്രത്തിനു വേണ്ടി അദ്ദേഹം ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഉച്ചാരണം പഠിക്കുകയും ചിത്രത്തിലെ ഡയലോഗുകൾ അതിഗംഭീരമായി അവതരിപ്പിക്കുകയും ചെയ്തു. എനിക്ക് ടെൻഷൻ കയറണ്ടേട്ടാ. മമ്മൂട്ടി അംബേദ്കറായി അഭിനയിച്ച ഡോക്ടർ ബാബാ സാഹിദ് അംബേദ്കർ എന്ന ചിത്രം ജബ്ബാർ പട്ടേലിന്റെ സംവിധാനത്തിൽ 2000-ലാണ് പുറത്തിറങ്ങിയത്. ഇന്ത്യൻ, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തതിന് പുറമെ നിരവധി ദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. സത്യത്തിൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുവാൻ ആദ്യം മമ്മൂട്ടിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെ കാണാനെത്തിയ ജബ്ബാർ പട്ടേലിനോട് ഈ വേഷം തനിക്ക് യോജിക്കുന്നതല്ലെന്നും ഇത് താൻ ചെയ്താൽ ശരിയാവില്ല എന്നുമാണ് മമ്മൂട്ടി ആദ്യം പറഞ്ഞത്. ഇത് കേട്ട സംവിധായകന് നിരാശയോടുകൂടി മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്നും മടങ്ങേണ്ടി വന്നു. എന്നാൽ പിന്നീട് മനംമാറ്റമുണ്ടായ മമ്മൂട്ടി സംവിധായകനെ വിളിച്ച് സമ്മതം അറിയിക്കുകയായിരുന്നു. അങ്ങനെ കൊച്ചാക്കാതെ സാറേ, നമ്മളും ഹോട്ട്സിന്റെ ആളാ. എത്ര എണ്ണം വിടും ഒരേ ഇരിപ്പില്? 1951 സെപ്റ്റംബർ 7-ന് ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂർ എന്ന സ്ഥലത്താണ് മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിയുടെ ജനനം. കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന സ്ഥലത്താണ് അദ്ദേഹം വളർന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച മമ്മൂട്ടിയുടെ വാപ്പയുടെ പേര് ഇസ്മായിൽ എന്നും ഉമ്മയുടെ പേര് ഫാത്തിമ എന്നുമാണ്. 6 മക്കളുള്ള ഇസ്മായിൽ ഫാത്തിമ ദമ്പതികളുടെ മൂത്ത മകനാണ് മമ്മൂട്ടി. പ്രശസ്ത സിനിമാ സീരിയൽ താരമായ ഇബ്രാഹിം കുട്ടി അദ്ദേഹത്തിന്റെ സഹോദരനാണ്. കുറെ ദിവസമായി തുടങ്ങിയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നോട്. കണ്ടിരുന്നാ മതിയായിരുന്നു. അല്ല, സാറിന്റെ ആണല്ലോ അനിയൻ. 1971 പ്രദർശനത്തിനെത്തിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി ആദ്യമായി അഭിനയിച്ചത്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ ഒരു തോണിക്കാരന്റെ ചെറിയ വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യമായി സ്ക്രീനിൽ എത്തിയത്. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അദ്ദേഹം അഭിനയിച്ചു. MT വാസുദേവൻ നായർ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം നിർവഹിച്ച ദേവലോകം എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി ആദ്യമായി ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചത്. എന്നാൽ ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായില്ല. പിന്നീട് KG ജോർജ് സംവിധാനം ചെയ്ത മേള എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടിയിലെ അഭിനേതാവിനെ ശ്രദ്ധേയനാക്കിയത്. അദ്ദേഹത്തിന്റെ തന്നെ ചിത്രമായ യവനിക 1987 ജോഷി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ന്യൂഡൽഹി എന്നീ ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടെ താരമൂല്യം വർദ്ധിപ്പിച്ചത്. ഈ കളിയാക്കുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നടന്ന പിന്നെ അവർക്ക് ആവേശം കൂടും. നല്ല നമ്ര ശിരസ്കയായി തല ഉയർത്തിപ്പിടിച്ച് നടക്കും. മമ്മൂട്ടി തന്റെ തുടക്കകാലത്ത് പല പേരുകളിലായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതിൽ ഒരു പേരാണ് സജിൻ. ഷീലയുടെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ സ്ഫോടനം എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് ടൈറ്റിലിൽ എഴുതി കാണിച്ചത് സജിൻ എന്നായിരുന്നു. അതുപോലെ തന്നെ തുടക്കക്കാരനായ മമ്മൂട്ടിയുടെ 2 ചിത്രങ്ങളിൽ ശബ്ദം നൽകിയിട്ടുള്ളത് ശ്രീനിവാസനായിരുന്നു. 1980 പുറത്തിറങ്ങിയ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, 1982 പുറത്തിറങ്ങിയ വിധിച്ചതും കൊതിച്ചതും എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ. ഈ 2 സിനിമകളിലും മമ്മൂട്ടിയോടൊപ്പം ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുമുണ്ട്. ഒരു ഒലക്ക കിട്ടുമോ? ഒലക്കയോ? ആ, ഒലക്ക ഉണ്ടാവില്ല കേട്ടോ. ഒരല് മതിയോ? 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും മലയാള സിനിമയിൽ ഏറ്റവും തിരക്കേറിയ നടന്മാരിൽ ഒരാളാണ് മമ്മൂട്ടി. സുൽഫത്താണ് മമ്മൂട്ടിയുടെ ഭാര്യ. സുർമി, ദുൽഖർ സൽമാൻ എന്നിങ്ങനെ 2 മക്കളാണ് ഈ ദമ്പതികൾക്ക് ഉള്ളത്. മലയാളത്തിലും അന്യഭാഷകളിലുമായി തിരക്കേറിയ യുവനടന്മാരിൽ ഒരാളാണ് മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാൻ. അവളല്ലെങ്കിലും അവൾ അറിയാവുന്നവരും കണ്ടപ്പോരെ. എടാ മിടുക്ക, നീ ചില സമയത്തുണ്ടല്ല ഒരു സംഭവമാടാ. ആണോ? സത്യമായിട്ട് ചില സമയത്ത് മാത്രം. ഒരു മികച്ച നടനും താരവും എന്നതിലുപരി ഒരു വലിയ മനുഷ്യ സ്നേഹി കൂടിയാണ് മമ്മൂട്ടി എന്ന വ്യക്തി. തൻ്റെ ജീവിതം പോലെ തന്നെ സഹപ്രവർത്തകരുടെ ജീവിതവും അന്വേഷിക്കുന്ന വ്യക്തിയാണ് മമ്മൂട്ടി. തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന നടീനടന്മാരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, അതിപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും, ആദ്യം അതറിഞ്ഞു വിളിക്കുന്ന വ്യക്തികളിൽ ഒരാളായിരിക്കും മമ്മൂട്ടി. പട്ടിയുടെ പാല് കുഴലിലിട്ട് നേരെയാക്കാൻ നോക്കരുത്, കുഴല് വളയത്തേ ഉള്ളൂ. മലയാളത്തിലെ ഒട്ടുമിക്ക മുൻനിര സംവിധായകരുടെയും ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ള നടനാണ് മമ്മൂട്ടി. കൊമേഴ്ഷ്യൽ ചിത്രങ്ങളിലേതുപോലെ തന്നെ സമാന്തര ചിത്രങ്ങൾക്കും അദ്ദേഹം ഒരുപോലെ പ്രാധാന്യം നൽകിയിരുന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെയും ഭരതന്റെയും പത്മരാജന്റെയും ചിത്രങ്ങൾ എന്നതുപോലെ തന്നെ IV ശശിയുടെയും സത്യൻ അന്തിക്കാടിന്റെയും സിബി മലയിൽ ചിത്രങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിന്നു. പുതിയ കാല മലയാള സിനിമയുടെ മുഖങ്ങളായ അമൽ നീരദ്, അൻവർ റഷീദ്, നിസാം ബഷീർ എന്നിവർക്കും മമ്മൂട്ടി പ്രിയങ്കരൻ തന്നെ. മമ്മൂട്ടിയെ നായകനാക്കി ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ളത് ജോഷിയാണ്. ഒരിക്കൽ കരിയറിൽ വൻ തിരിച്ചടി നേരിട്ടുകൊണ്ട് എല്ലാ പ്രതീക്ഷയും തകർന്നിരുന്ന മമ്മൂട്ടിക്ക് ന്യൂഡൽഹി എന്ന ചിത്രത്തിലൂടെ വൻ തിരിച്ചുവരവ് നൽകിയതും ഇതേ ജോഷി തന്നെയാണ്. ഇവിടെ ഈ നിമിഷം ഇവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടോണം. നാളെ മറ്റന്നാളോ നിന്റെ കല്യാണം.
അതിന് ബോധമില്ലെന്ന് മനസ്സിലായി. നീയും കൂടെ അങ്ങനെ ആയാലോ? നിരവധി തിരക്കഥാകൃത്തുക്കളുടെ രചനയിലെ കഥാപാത്രങ്ങളെ തിരശ്ശീലയിൽ അവതരിപ്പിക്കുവാൻ മമ്മൂട്ടി എന്ന നടന് സാധിച്ചു. മലയാള സാഹിത്യത്തിന്റെ കുലപതിയായ NT വാസുദേവൻ നായരുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ കൂടിയാണ് മമ്മൂട്ടി. എന്നാൽ മമ്മൂട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തിരക്കഥകൾ രചിച്ചിട്ടുള്ളത് ഡെന്നിസ് ജോസഫാണ്. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് തിരക്കഥാകൃത്തുക്കളിൽ ഒരാളാണ് ഡെന്നിസ് ജോസഫ്. മമ്മൂട്ടിക്ക് വേണ്ടി മാത്രമായി അദ്ദേഹം 23 തിരക്കഥകളാണ് ഒരുക്കിയിട്ടുള്ളത്. അവയിൽ ഏറിയ പങ്കും സൂപ്പർ ഹിറ്റുകളായിരുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വസ്തുത. എവിടെയാണ് അവിടെ നടന്നാണോ പോയത് പോലെ വണ്ടിയിലാണ് നടന്ന് എന്തിനാ? ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. മമ്മൂട്ടിക്ക് കാറുകളോടുള്ള പ്രണയം ഏറെ പ്രശസ്തമാണ്. ഇറങ്ങുന്ന ഓരോ പുതിയ ലക്ഷറി കാറുകളെ കുറിച്ചും യുവാക്കൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അറിവാണ് മമ്മൂട്ടിക്കുള്ളത്. കാറ് വാങ്ങിച്ച് ഡ്രൈവറിനെ വെച്ച് ഓടിപ്പിച്ച് പിൻ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന ആളല്ല മമ്മൂട്ടി. മറിച്ച് തനിക്ക് ഹരമുള്ള ഡ്രൈവിംഗ് ആസ്വദിക്കുവാനാണ് മമ്മൂട്ടി ഓരോ കാർ യാത്രയും ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മമ്മൂട്ടി കാർ ഓടിക്കുമ്പോൾ ഡ്രൈവർ സൈഡ് സീറ്റിൽ ചുമ്മാ ഇരുന്നാൽ മതി. കേരളത്തിൽ ഏറ്റവും സുഖമുള്ള ജോലി ഏതാണെന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയുടെ ഡ്രൈവർ ആയിരിക്കുക എന്നത് മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ പൊതുവെയുള്ള ഒരു പറച്ചിലാണ്. കാരണം അദ്ദേഹത്തിന്റെ ഡ്രൈവറിന് ഏറിയ പങ്കും ചെയ്യേണ്ടി വരുന്നത് കാറ് പാർക്ക് ചെയ്യുക എന്നൊരു ജോലി മാത്രമായിരിക്കും. താനൊരു നല്ല കുട്ടി, അത് തന്റെ മുഖത്ത് ആലേപനം ചെയ്തു വെച്ചു. വളരെ വേഗത്തിൽ കാർ ഡ്രൈവ് ചെയ്യുന്നത് മമ്മൂട്ടിക്ക് ഒരു ഹരമാണ്. മമ്മൂട്ടിയുടെ സ്പീഡിലുള്ള ഡ്രൈവിംഗ് സഹപ്രവർത്തകരിൽ പലരും പേടിയോടെ ഓർത്തെടുക്കാറുണ്ട്. റോഷാക്ക് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി സ്വയം കാർ ഡ്രിഫ്റ്റ് ചെയ്ത് കാണികളുടെ കയ്യടി വാങ്ങിയത് ഏവരെയും അമ്പരപ്പിച്ചു. തന്റെ കാറുകളുടെ നമ്പറിന്റെ കാര്യത്തിൽ മമ്മൂട്ടിക്കൊരു നിർബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ കാറുകളുടെയും നമ്പർ 369 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു സൂട്ട് കേസ് വാങ്ങുകയും അതിന്റെ നമ്പർ ലോക്ക് 3ന്റെ ഗുണിതങ്ങളായ 3, 6, 9 എന്നതും അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം വാങ്ങിയ എല്ലാ കാറുകളുടെയും നമ്പർ ഈ 369 തന്നെ ആകണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. കളിച്ച് കളിച്ച് പരക്കാത്തായോ കളി? അവന്റെ അമ്മയുടെ ഒരു പാൽ മസ്രി. തന്റെ പ്രകടനം കൊണ്ടും സിനിമയിലെ വിഷയങ്ങളുടെ തിരഞ്ഞെടുപ്പ് കൊണ്ടും പ്രേക്ഷകനെ അമ്പരപ്പിക്കുന്നതിൽ ഹരം കൊള്ളുന്ന നടനാണ് മമ്മൂട്ടി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു നായക നടനും ചിന്തിക്കാത്ത രീതിയിലുള്ള ഇടപെടലുകളാണ് അദ്ദേഹം ഇന്ത്യൻ സിനിമയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് അദ്ദേഹം നായകനായി ഇറങ്ങിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രവും ഒരു സ്വവർഗ അനുരാഗിയായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രവും. ഇമേജിന് ഭയപ്പെട്ട് ജീവിക്കുന്ന താരങ്ങളാണ് സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ ഏറിയ പങ്കും. എന്നാൽ അവിടെയും വ്യത്യസ്തനാവുകയാണ് മമ്മൂട്ടി എന്ന മഹാപ്രതിഭ. ഈ 2 ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വിജയങ്ങളാക്കി തീർത്തുകൊണ്ട് മലയാളികളും വ്യത്യസ്തരായിരിക്കുകയാണ്. എനിക്കിഷ്ടായി കേട്ടോ. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് സ്ക്രീനിൽ എത്തുക എന്നത് മലയാളികൾക്കൊരു ഹരം തന്നെയാണ്. വളരെ വിരളമായി നടക്കുന്ന ഈ ഒരു ദൃശ്യവിരുന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിലൂടെ പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റും. ആ ഒരു സമയത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒപ്പം തന്നെ മലയാളത്തിന്റെ കാരണവരായ മധു പറഞ്ഞതുപോലെ തന്നെ മമ്മൂട്ടി മലയാളികൾക്ക് എന്നും ഒരു ഭാഗ്യം തന്നെയാണ്.